ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സിനിമയെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2-3 ദിവസം മുമ്പായിരുന്നു അതിൻ്റെ OTT റിലീസ് കഴിഞ്ഞത്. അപ്പോൾ OTT റിലീസ് കഴിഞ്ഞ് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ചറപറ ട്രോളുകളായിരുന്നു. ഓരോ സീനിനെയും വലിച്ചു കയറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ പ്രണവിൻ്റെ ഇവരുടെയൊക്കെ നരയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. അതിൽ വിനീത് ശ്രീനിവാസന് മെയിനായിട്ട്. കാരണം വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള സിനിമകൾ നിങ്ങൾക്കറിയാലോ. മാർവാടി ആർട്സ് ക്ലബ്ബ്, തട്ടത്തിമറയത്ത് തീര, ജേക്കബിൻ്റെ സ്വർഗരാജ്യം, ഹൃദയം. ഈ 5 സിനിമകൾ കഴിഞ്ഞിട്ട് 6ാമതായിട്ട് പുള്ളി ചെയ്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമനെ മാറ്റി നിർത്തി ബാക്കിയുള്ള 5 സിനിമകൾ നോക്കുകയാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും അതിൽ ഹൃദയം കുറച്ചുകൂടി അങ്ങനെ നോക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ബാക്കി 4 സിനിമകളും, അതായത് മലർവാടി ആണെങ്കിലും തിരയാണെങ്കിലും പട്ടത്തിമറത്തൊക്കെ എത്ര തവണ ആൾക്കാർ കണ്ടിരുന്ന ഒരു പീഡി ഉണ്ടാവില്ല. ജേക്കബിൻ്റെ സ്വർഗരാജാണെങ്കിലും റിപ്പീറ്റ് വാച്ചിന് ഏറ്റവും പറ്റുന്ന പടങ്ങളായിരുന്നു വിനീത് ചെയ്തുകൊണ്ടിരുന്നത്. ഹൃദയം മോശമല്ല, അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ റിപ്പീറ്റ് വാച്ചിന് പറ്റുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാനിത് തിയേറ്ററിൽ തന്നെ കണ്ടപ്പോൾ 1 ടൈം ഓക്കെ ആയിരുന്നു എനിക്ക്. പക്ഷേ ഞാനിത് OTT റിലീസ് ആയതിനു ശേഷം ഞാൻ ഒന്നുകൂടി TV കണ്ടു നോക്കി. അപ്പോഴാണ് എൻ്റെ പ്രശ്നം മനസ്സിലായത്. കാരണം തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്ത് കണ്ട എനിക്ക് ഇത് OTT റിലീസ് ആയതിനു ശേഷം ഫുൾ കോൺസെൻട്രേഷനിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വിനീതിൻ്റെ മറ്റ് പടങ്ങളെല്ലാം ഞാൻ എത്ര തവണ ഉണ്ടെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. അത് ആദ്യം കണ്ട എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ആ സിനിമകൾ എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും കാണാൻ തോന്നുന്നത്. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. കുറേ പ്രശ്നങ്ങളും ഓരോ സീനിലും നമുക്ക് തോന്നും. അങ്ങനത്തെ രീതിയിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ പോലും അങ്ങനെ തോന്നിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണതിൻ്റെ നേരെ വിപരീതമാണ്. ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം അന്ന് തിയേറ്ററിലുള്ള, നിങ്ങൾക്ക് ആ വീഡിയോ ഇപ്പോൾ ഉണ്ടാവില്ല ചാനലിൽ, എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പക്ഷേ പുള്ളി ഒന്നാമത്തെ പ്രശ്നം സെയിം പാറ്റേൺ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രണവിന് അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ വെറുതെ ആ പയ്യനെ വെറുതെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് പറ്റണില്ല ആൾക്ക്. ഒന്ന് അത്, പിന്നെ പ്രണവിനെ കല്യാണിയുടെയും കോംബോ ഭയങ്കര ഫോഴ്സ്ഫുള്ളായിരുന്നു. കാരണം ആ 2 ക്യാരക്ടർ ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യിച്ച പോലെ ഉണ്ട്. അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അയ്യോ. അങ്ങനെ മൊത്തത്തിൽ ഓഡിയൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മളുടെ ഈ വിനീത് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പടം ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞോട്ടെ, ഞാൻ ഈ സെയിം പാറ്റേൺ പിടിച്ചു പോകുന്നതെന്ന് പറയണം. ഓക്കെ, പിടിച്ചു വെക്കോ. ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ കളക്ഷൻ, അതായത് 75 കോടി 80 കോടിക്ക് അടുത്ത് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്, തിയേറ്റർ കളക്ഷൻ. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നത് വിഷു റിലീസായിരുന്നു. മെയിൻ ഓഡിയൻസ് ഇത് കണ്ടത് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. ഇത് രണ്ടാണ് ഇതിൻ്റെ സംഭവം. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ കാണാൻ പോകുന്ന ഓഡിയൻസിൽ വലിയൊരു ഒട്ടും തള്ളിക്കളയാൻ പറ്റാത്തൊരു ഓഡിയൻസാണ് യങ് ജനറേഷൻ. അവർക്കും കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൂടി പടങ്ങൾ ചെയ്യണം. കാരണം ഓക്കെ, ഫാമിലി ഓഡിയൻസ് മാത്രം ഉണ്ടായിട്ട് ആ ഒരു ടാർഗറ്റാണ് വെക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകൾ എങ്ങനെ ഉണ്ടാവും കണ്ടു നോക്കാം. പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നൊരു ത്രില്ലർ ടൈപ്പാണെന്നാണ് കേൾക്കുന്നത്. അതായത് വിനീതിൻ്റെ മറ്റ് പാറ്റേണിൽ നിന്ന് മാറി അങ്ങനെ ട്രൈ ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ലെങ്ത്ത് തന്നെ ഭയങ്കരമാണ്. 2 മണിക്കൂർ 50 മിനിറ്റ് സംതിങ് എന്തോ ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ്. അത് ഒരു തവണ കേൾക്കുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മ്യൂസിക് ചെയ്ത് കമ്പോസ് ചെയ്ത കിഡിലൻ സോങ്. പക്ഷേ അത് അനാവശ്യമായി കുറേ സീനുകളിൽ കൊണ്ട് കുത്തിക്കയറ്റി തന്നെ പറയേണ്ടി വരും. അതായത് ഒരു സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡിറ്റർ മെയിനായിട്ട് നോക്കേണ്ട സംഭവമാണ് അതിൽ സീനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ എന്തെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാനുള്ളത്. പക്ഷേ ഒരു സിനിമയുടെ ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ ഡയറക്ടറായിരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും വിനീത് ഇതെടുത്ത് കളയേണ്ടത്, അത് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടത്തിയിട്ടുണ്ടാവണം. അതാണ് പ്രശ്നം. ഞാനത് തിയേറ്ററിൽ കാണുമ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നിയിരുന്നെങ്കിലും ഇത് OTT കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി ഭയങ്കര പ്രശ്നമാണെന്നത്. കാരണം ജ്ഞാപകം നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഞാനത് അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടതിന് ശേഷം ഇഷ്ടംപോലെ തവണ കേട്ട പാട്ടാണ്. അടിപൊളിയായിട്ട് കമ്പോസ് ചെയ്ത പാട്ട്. അതിങ്ങനെ എത്ര തവണ ഇട്ടിരിക്കുന്നത്. ഓരോ സീൻ വരുമ്പോൾ ഈ സെയിം സാധനം ഇട്ടിട്ട് കളിയാക്കണതിന് ഓഡിയൻസിന് തെറ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ ട്രോളുകൾ പറഞ്ഞാൽ ഒരു സംഭവം ഈ ജ്ഞാപകം എന്ന് പറഞ്ഞ പാട്ടാണ്. പിന്നെ പ്രണവിൻ്റെ ഇവരുടെയൊക്കെ സീൻസ്. അങ്ങനെ എനിക്കിതിലൊരു പോസിറ്റീവ് സൈഡായിട്ട് വലിയൊരു പോസിറ്റീവ് തോന്നിയിട്ടുള്ളത് ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ ക്യാരക്ടറും പുള്ളിയുടെ അഭിനയമാണ്. കാരണം ധ്യാനിന് മര്യാദക്ക് ഇതുമാതിരി സിനിമകൾ ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും ബെറ്റർ എക്സാമ്പിളാണ് ഇതിലാൾ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടർ. മുരളി എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ. പക്ഷേ ധ്യാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് മൊത്തം ആളെന്നെ സമ്മതിക്കുന്നുണ്ട് അതെല്ലാം ബോംബുകളായിരുന്നു എന്ന്.
അങ്ങനെ ഒരു സംഭവങ്ങൾ. പിന്നെ അത് മാറ്റി ഇവരുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതെല്ലാം കിടിലനായിരുന്നു. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളും വിനീതിൻ്റെ ഈ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊട്ടും റിപ്പീറ്റ് വാച്ചബിളായിട്ട് തോന്നിയിട്ടില്ല. ഞാനിതിപ്പോൾ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടതിന് ശേഷം ഒരു തവണ ഞാനിത് OTT റിലീസ് കണ്ട്. ഇനി ഇത് കാണുമോ എന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല. കാരണം ഞാനിത് ഒരു തവണ OTT റിലീസ് കണ്ടപ്പോൾ തന്നെ അത്രയും കാണുകയാണ് നിന്നാ പിന്നെ കണ്ടേക്കെന്നുള്ള രീതിയിൽ. കാരണം ഞാൻ അത് ഒറ്റയ്ക്ക് കണ്ടല്ല, ഫാമിലിയുടെ ഒപ്പം കണ്ടതാണ് OTTയിൽ. അവരുടെ ഒപ്പം ഇരുന്ന് കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ കണ്ടുപോയതാണ്. ഭയങ്കര കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. വിനീത് ഈ പാറ്റേൺ എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാവില്ല. പ്രത്യേകിച്ച് മൂവി ഓഡിയൻസിൻ്റെ ഒക്കെ അവരുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ ലെവൽ തന്നെ മാറിപ്പോയിട്ടുണ്ട്. പുള്ളി ഫീൽ ഗുഡാണ് ട്രൈ ചെയ്യുന്നത്, ഓക്കെ, ആളുടെ ജോണർ അതായിരിക്കാം, അതും ഓക്കെ. പക്ഷെ അതിൽ തന്നെ എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കണം. അയ്യോ, ജ്ഞാപകം ആ പാട്ടാലോചിക്കുമ്പോൾ തന്നെ വയ്യ. അജാതി പാട്ടായിരുന്നു. നല്ല കിടിലൻ കോമ്പോസിങ് ആണ്. ഞാൻ ഈ മ്യൂസിക് ഡയറക്ടറൊന്നും കുറ്റം പറയുന്നില്ല, അതിൻ്റെ എഡിറ്ററെ എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഒരു ഡയറക്ടർ പറയുന്ന അനുസരിച്ച് എഡിറ്റർക്ക് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ സിനിമയിലെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് പാട്ടെന്ന് പറഞ്ഞാൽ ഈ ജ്ഞാപകം എന്ന് പറഞ്ഞ ആ ഒരു സോങ് മിക്ക സിറ്റുവേഷനിലും കൊണ്ട് പ്ലേസ് ചെയ്ത പോലെയായിരുന്നു. ഇതേപോലെ തന്നെ ഇരുന്ന് ടർബോയിൽ മറ്റേ ഫൈറ്റ് നടക്കുന്ന സമയത്ത് മറ്റേ ടർബോ എഞ്ചിൻ്റെ പോലത്തെ ഒരു മ്യൂസിക് മറ്റേ ക്രിസ്റ്റോസേവർ കൊണ്ടുവന്നിടുന്നുണ്ട്. ഒരാവശ്യമില്ല, വെറുതെ. അതിലിപ്പോൾ റീസൺ പറയണത്, ഇത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടാണ് റീസണായിട്ട് പറയണത്. അതായത് പുള്ളിക്ക് ടർബോ കെയർ ആ ഒരു ടൈറ്റിലായിട്ട് കണക്ഷൻ വരുന്നത് അങ്ങനെയല്ല. കാരണം പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ അങ്ങനെ ഒരു ടർബോ കയറും, അതുകൊണ്ടെടുത്ത മ്യൂസിക്കാണ് ഇങ്ങനെയൊക്കെയാണ് പറയണം. പക്ഷേ എന്തായാലും ഓഡിയൻസിനെ ക്രിഞ്ചടിപ്പിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആണെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്യുന്ന പാറ്റേൺ തന്നെ മാറ്റുക. 10 തവണയ്ക്ക് എന്തിനൊരു മ്യൂസിക് ഇടുന്നത്? അതിന് വേറെ ഇഷ്ടം പോലെ മ്യൂസിക്സ് ആ ഒരു വർഷങ്ങൾക്ക് ശേഷത്തിൽ തന്നെ വേറെ ഉണ്ട്. എന്നാലും അതന്നെ ഉപയോഗിച്ചു. അതാണെങ്കിൽ ഒരുമാതിരി യൂസായി പോയി. കാരണം കിടിലം സോങ്ങാണ്, പക്ഷെ എന്തായാലും ആവട്ടെ. അതാണ് ഈ വർഷങ്ങൾക്ക് ശേഷം OTT കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ഇത്ര പ്രശ്നം തോന്നിയില്ല. കാരണം ഒരു തവണ അല്ലേ ഞാൻ കണ്ടത്, അത് 2 മണിക്കൂർ 50 മിനിറ്റ് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കാണാൻ പറ്റി, വലിയ തെറ്റൊന്നും അന്ന് തോന്നില്ല. പക്ഷേ ഇത് OTT കണ്ടപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ തോന്നി. കാരണം ചിലപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ തന്നെ മാറിയോണ്ടാവാം. മറ്റേ തിയേറ്ററിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുന്നതും ഉണ്ട്. എന്താണാവോ, ഇനി എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതായിരുന്നു എനിക്ക് വർഷങ്ങൾക്ക് ശേഷം OTT കണ്ടപ്പോൾ തോന്നിയ ഫീലിംഗ്. നിങ്ങൾക്ക് എന്താ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ തോന്നിയെന്ന് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.